കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ ഹിറ്റ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ കളയാതിരിക്കുക. നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ പളുങ്ക് പാത്രം പോലെയാണ്. അത് തകരാതെ, ഉടയാതെ, താഴെ വീഴാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ചീന്തി എറിയാനുള്ളതല്ല, അതിൻ്റെ ചന്തം കളയാതെ കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. ഇവിടെ നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് മക്കളാണ്. മാതാപിതാക്കൾ മക്കളുമായിട്ട് നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാവണം. അതൊരു പളുങ്ക് പാത്രമായിട്ട് തന്നെ കാണും. അങ്ങനെ നല്ല പളുങ്കയും കൊണ്ട് വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക്, എല്ലാവർക്കും എൻ്റെ സൂപ്പർ കിഡ്സിലേക്കുള്ള നമസ്കാരം. അലക്സ്, ഹായ്. സൂര്യ, ഹായ്. റന, ഹായ്. ഗൗരി ശങ്കരി. ഹായ്. സൂപ്പർ കിഡ്സിലെ ഇന്നത്തെ താരങ്ങൾ 2 ആൺകുട്ടികൾ, 2 പെൺകുട്ടികൾ അല്ലേ? മുടിയൊക്കെ നന്നായിട്ട് മിനുക്കി കുളിച്ച് കുട്ടപ്പിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പൂവൊക്കെ ചൂടി നല്ല ചുരുണ്ട മുടിയൊക്കെയാണ്. അതെനിക്കിഷ്ടമായി. കൊള്ളാം. പേരെന്താണ്? റന. റന നല്ല പേരാണ്. റനയുടെ വീട് എവിടെയാ? കല്ലുപാലം. വെറും പാലമല്ല, കല്ലുപാലം. അതായത് ആലപ്പുഴയിൽ. മോൻ്റെ വീട് എവിടെയാ? മിംസ്. അപ്പം മിംസ് എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് മിംസിൻ്റെ അടുത്താണ്. തിരുവനന്തപുരം അല്ല, കൊല്ലമല്ല, കോഴിക്കോട് അല്ലേ? കോഴിക്കോട് മിംസിൻ്റെ അരികിലാണ് ആരുടെ വീട്? സൂര്യയുടെ വീട്. പേര് സൂര്യ. അപ്പം പേരെന്താണ്? അലക്സ്. അലക്സിൻ്റെ വീട് എവിടെയാണ്? തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാണ്? ആളേരിയില്ല, ഒളേരി അല്ലേ? ഒളേരിക്കരയിലാണ് നമ്മുടെ വീട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, ഞാനുണ്ട്. അപ്പോ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പപ്പ, അച്ഛമ്മ, വല്യച്ഛൻ, വല്യമ്മ. ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാർ മുഴുവൻ അവിടെ ഉണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മി, സാച്ചി, ചെറുത് അത്രയും പേരേ ഉള്ളൂ. അവരൊക്കെ ഇവിടെ വന്നിട്ടുമുണ്ട്. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്? പട്ടാളം, റസിയ, അൻസാരി. പട്ടാളം, റസിയ, അൻസാരി അല്ലേ? അപ്പാപ്പ പട്ടാളത്തിലാണ്, ഉപ്പുപ്പ അല്ലേ? ഡിങ്കിരി 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 പട്ടാളം. അങ്ങനത്തെ പട്ടാളമാണോ? അങ്ങനത്തെ പട്ടാളമാണോ? ഉപ്പാപ്പ പട്ടാളത്തിലായിരുന്നു. ഉപ്പാപ്പ പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം കുറെ പട്ടാള കഥകളും പറഞ്ഞു. ഉപ്പാപ്പ കുറേ പേരെ വെടിവെച്ചിട്ടുണ്ട്, കുറെ വെടി ചീറിപ്പായുന്നത് കണ്ടിട്ടുണ്ട്, ബോംബൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ഉപ്പാപ്പയെ ബോംബ് എറിഞ്ഞപ്പോൾ ഉപ്പാപ്പ മാറിക്കളഞ്ഞു. അങ്ങനെ ഉപ്പാപ്പയ്ക്ക് കൊള്ളേണ്ട ബോംബ് അപ്പുറത്ത് മാറി. അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഉപ്പാപ്പ ബോംബ് എറിഞ്ഞു. ഇല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? കഥകളൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? ഇല്ല. കുറെ കഥകളുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ഉപ്പാപ്പനോട് ആ കഥകളൊക്കെ ചോദിക്കണം കേട്ടാ. അങ്ങനെ പട്ടാളത്തിൻ്റെ കൂടെയാണ് ആര് വന്നിരിക്കുന്നത്? റന വന്നിരിക്കുന്നത്. കല്ലുപാലം ആലപ്പുഴയിൽ നിന്നാണ്. നമ്മൾ വന്നിരിക്കുന്നത് മിംസ് കോഴിക്കോട് നിന്നാണ്. കൂടെ ആരാ വന്നിരിക്കുന്നത്? അച്ഛൻ, അമ്മ. അച്ഛൻ, അമ്മ, അമ്മ. അച്ചാമ്മ ഉണ്ടോ വീട്ടിൽ? അച്ഛനുണ്ട്. അച്ചാച്ചനുണ്ടോ? ഉണ്ട്. അച്ചാച്ചന്റെ പേരെന്താണ്? ശ്രീധരൻ. വേറെ പേരുണ്ടോ? ശ്രീധരൻ കിടാവ്, പേരക്കിടാവ് എന്നൊക്കെ പറഞ്ഞ പോലെ ശ്രീധരൻ കിടാവ്. ശ്രീധരൻ കിടാവ് എന്ന് പറഞ്ഞാലേ അവിടെ അറിയപ്പെടും ഇല്ലേ? കിടാവെന്ന് പറഞ്ഞാൽ അറിയപ്പെടുള്ളൂ. ഇതെന്റെ പേരക്കിടാവാണ്. എന്താണ് പേരക്കിടാവ്? പേരവരത്തിൽ കെട്ടിയിരിക്കുന്ന കിടാവാണ് പേരക്കിടാവ്. ഇത് വെറും കിടാവ്. കിടാവിന്റെ കൂടെ ശ്രീധരൻ. ശ്രീധരന്റെ ചെറുമകനാണ് ആര് വന്നിരിക്കുന്നത്? സൂര്യ. സൂര്യകിരൺ എന്നാണ് പേര്. സൂര്യന്റെ കിരണം അല്ലേ? ആയിക്കോട്ടെ. അച്ഛൻ എവിടെയാ ജോലി? ബാങ്കില്. ഇവിടെ നാട്ടിലാണോ മറുനാട്ടിലാണോ? കോഴിക്കോടുണ്ട്. ഇപ്പോ അച്ഛൻ വല്ല പുറത്തൊക്കെ പോയോ? ദുബായിലൊക്കെ പോയോ? പോയി. അതിന്റെ ഒരു ചെറിയ മാറ്റം ഉണ്ട് അച്ഛന് അല്ലേ? ഇവിടെ അച്ഛൻ എന്താ ജോലി? നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ മെയിൻ മാനേജറാണ് ഈ വന്നിരിക്കുന്നത്. പേരെന്താണ്? CK പയസ് അല്ലേ? നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഏത് സെക്ഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ എയർ ട്രാഫിക് കൺട്രോളിലെ മാനേജറായിട്ട്. അപ്പോൾ മിക്കവാറും അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത് യാത്രക്കാരും ഫ്ലൈറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് പോകുന്നതാണ് അല്ലേ? അവിടെ പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ണിയായ സമയത്ത് എവിടം വരെ പോയി? സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. എവിടെയൊക്കെ കൊണ്ടുപോയി?
ബോംബെ, കൽക്കട്ട, മദ്രാസ്, ഗുവാഹട്ടി ഇവിടെയെല്ലാം പോയിട്ടുണ്ട്. ഒറ്റടിക്കാണ് അല്ലെങ്കിൽ പലപ്പോഴായിട്ടാണ്? പലപ്പോഴായിട്ട് പോയിട്ടുണ്ട്. പലപ്പോഴായിട്ട്. ഒരു 3/4 മണിക്കൂർ, ഒരു 1.25 മണിക്കൂർ, ഒരു 2 മണിക്കൂർ അല്ലേ? അതെ. അങ്ങനെയൊക്കെ പോയി. അത് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റായിട്ട് കിട്ടുന്ന യാത്രയാണ്. അല്ല, LTCയിൽ പോകുന്നതാണ്. ബാങ്കിലെ ജോലി നല്ല ജോലിയാണോ? ശ്രദ്ധയോടെ ചെയ്യേണ്ട ജോലിയാണോ? പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്ന ജോലിയാണോ? പൈസ വീട്ടിൽ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അച്ഛനെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അച്ഛനെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അമ്മ. അമ്മനെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? അമ്മ. അച്ഛൻ അല്ലെങ്കിൽ അച്ഛമ്മനെ കൈകാര്യം ചെയ്യുന്ന ആളാണ് മരുമോള് അല്ലേ? സൂര്യകിരണിന്റെ അമ്മ. വീട്ടിൽ ആരാ പാവം? അച്ഛൻ്റെ അമ്മ, പിന്നെ അമ്മ, പിന്നെ അച്ഛമ്മ, പപ്പ. അത്ര പേര് പാവോ? വല്യമ്മയും വല്യച്ഛനും പാവോ. കൂടിയതാരാണ്? വല്യച്ഛനും വല്യം. ഇച്ചിരി കൂടിയത്. അവരൊരു ഉപദ്രവത്തിലും ഇല്ല അല്ലേ? അതാണ് അവർ കൂടിയത്. മാറിയാണ് താമസിക്കുന്നത്. ഒന്നിച്ചാണ്. അത് വലിയ ഉപദ്രവമൊന്നും ഇല്ലല്ലോ. പാവമല്ലേ? ആരെങ്കിലും ഒരാൾ നമുക്ക് കൂടിയത് വേണ്ടേ എന്ന് കരുതി വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും പെടലി കിട്ടും. എന്താ വല്യച്ഛൻ്റെ പേര്? മുരളീധരൻ. പാവമാണ്. വല്യമ്മയുടെ പേരോ? സിന്ധു. പാവം. അമ്മ എങ്ങനെയാണ്? കുറുമ്പിയാണോ? പാവണോ? മോനെ ഉപദ്രവിക്കുന്നതാരാണ്? അച്ഛനാണോ അമ്മയാണോ? അച്ഛനമ്മ ഇതുവരെ തല്ലിയിട്ടില്ല, പിണങ്ങിയിട്ടില്ല?